ഒരു കോഴി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്നപ്പോൾ 4 ഭാഗത്തു നിന്നും വിളി, ഉസ്താദെ വരി, ഇങ്ങോട്ട് വരി എന്ന് പറയുന്നുണ്ട്. നല്ല മുഖശ്രീ തോന്നിച്ച ഒരാളുടെ കടയിൽ കയറി കോഴി വാങ്ങി അറുത്ത് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കോഴി ഞാൻ തന്നെയാണ് അറുക്കാറുള്ളത്. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, മിക്കവാറും ചിക്കൻ സ്റ്റാളുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായി നിസ്കരിക്കാറില്ല. എല്ലാവരും അല്ല. ഭക്ഷണ സമയത്തൊക്കെ കയ്യും കാലൊക്കെ കഴുകി വുളു ഉണ്ടാക്കി നിസ്കരിക്കുന്ന നല്ലവരായ കോഴിക്കടക്കാരുണ്ട്. എല്ലാവരും കൂടി അല്ല പറയുന്നത്, പലരും കൃത്യമായി നിസ്കരിക്കാത്തവരാ. അപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു കോഴിക്കടയിൽ കയറിയാൽ അയാൾ ഏത് തരത്തിലാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് അറക്കാറാണ്, അവരെ ഏൽപ്പിക്കാറില്ല. ഇനി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അറുത്താൽ അറവ് സ്വഹീഹാവാത്ത പ്രശ്നമോ അല്ലെങ്കിൽ അത് തിന്നാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അറക്കുന്ന ആൾ മുസ്ലിം ആവണം, അറവിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചിരിക്കണം എന്നേ ഉള്ളൂ. എങ്കിലും പിന്നെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത, നിസ്കാരത്തെ ഖളാ ആക്കുന്ന ആളുകൾ ചെയ്യുന്നത് വൻ കുറ്റമാണ്, കബീറത്തായ തെറ്റാണ്. കബീറത്തായ തെറ്റ് ചെയ്താൽ തൗബ നിർബന്ധമാണ്. നിസ്കാരം ഖളാ ആക്കുന്നവർ തൗബ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായ തൗബ എന്ന ബാധ്യതയുള്ള വൻ കുറ്റമായ നിസ്കാരം ഖളാ ആക്കൽ എന്നുള്ള പാപം നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസമൊന്നല്ല, പതിവായി ഈ വൻ പാപം ചെയ്ത് തൗബ ചെയ്യാതെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ്റെ കൈക്കൊണ്ട് അറുത്തത് എൻ്റെ വീട്ടിലേക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും പറയുന്നു, അറവ് ശരിയാവാത്തത് കൊണ്ടോ തിന്നാൻ പറ്റാത്തത് കൊണ്ടോ അല്ല, എനിക്കത് മനസ്സിക്ക് റാഹത്തില്ല. എപ്പോഴും നല്ല ആളുകൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പരമാവധി ഖൈറും സ്വലാഹക്കുള്ള ആളുകൾ അറുത്തത് തിന്നുക എന്നതാണ് ഒരു റാഹത്തുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അത് അറബിൻ്റെ നിബന്ധന പൂർണ്ണമായി ശരിയാവുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ കോഴിക്കടകളിലെ ഉള്ള ആളുകളുടെ അറവ് ഞാൻ കണ്ടിടത്തോളം, നിരീക്ഷിച്ചിടത്തോളം, ഒരു കോഴിനെ പിടിക്കും, എന്നിട്ട് ഒരു കയ്യിൽ, ഇടത് കയ്യിൽ കോഴിനെ പിടിക്കും, എന്നിട്ട് തള്ള വിരൽ കൊണ്ട് കോഴിയുടെ തല ഇങ്ങനെ വളച്ച് പിടിക്കും, എന്നിട്ട് വലത്തെ കൈ കൊണ്ട് കത്തി കൊണ്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് ഒരൊറ്റ മുറിപ്പെടുത്തല. ഈ മുറിപ്പെടുത്തൽ കൊണ്ട് തൊലിപ്പുറം മുറിയാവുന്നു എന്നല്ലാതെ അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായും മുറിഞ്ഞു കിട്ടും എന്നെനിക്ക് അഭിപ്രായമല്ല. നമ്മളെ കാഴ്ചയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ചില ആളുകൾ ഇനി നന്നായി അമർത്തി അറുത്ത് അതിൻ്റെ അന്നനാളവും ശ്വാസനാളവും ഒക്കെ ഒറ്റ കൈകൊണ്ട് തന്നെ അറുത്ത് റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുന്നതിന് കുഴപ്പമില്ല. രണ്ടാള് കഴുത്തിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അറക്കണം എന്നൊന്നും നിയമമല്ല. അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായും മുറിഞ്ഞിരിക്കണം. അതായത് ഖത്ഉ കുല്ലിൽ ഹുലഖൂമി വ കുല്ലിൽ മരീഇ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായും മുറിഞ്ഞിരിക്കണം. അതിലേക്ക് കത്തി എത്തിയാൽ പോരാ, അത് മുറിവാക്കിയാൽ പോരാ, പൂർണ്ണമായും അത് മുറിഞ്ഞാലേ അറവ് ശരിയാവുള്ളൂ. അതേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത ഈ മുറിവാക്കി ഇട്ടിരിക്കുന്ന അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിഞ്ഞിട്ടില്ലാത്ത ഒരു കോഴി വെറും ശവമാണ്. അല്ലാഹു തആല ഹറാമാക്കിയ ശവം, അത് തിന്നാൻ പാടില്ല. അപ്പോൾ അന്നനാളം ശ്വാസനാളം പൂർണ്ണമായി മുറിയുന്ന രീതിയിൽ അറുത്തിരിക്കണം. അതുപോലെ പിന്നൊരു സുന്നത്തായ കാര്യമുണ്ട്. ആ ജീവിയുടെ രക്തധമനികൾ, അതായത് ഈ കഴുത്തിൻ്റെ ഇരുവശങ്ങളിലായി കിടക്കുന്ന രക്തക്കുഴലുണ്ടാകും, ആ ധമനികൾ അറുത്ത് പിന്നെ പൂർണ്ണമായും അറക്കുന്നത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ കത്തി ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ പോരാ, അത് മുന്നോട്ടും
പിന്നോട്ടും ഒന്നിങ്ങനെ സി പോലെ, ഇംഗ്ലീഷിൽ സി എഴുതിയ പോലെ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ച് ഇങ്ങോട്ടും വളച്ച് അറക്കുമ്പോഴേ ഈ രണ്ട് വദ്ജും പിന്നെ രക്തക്കുഴലുകൾ, ധമനികൾ അത് അറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് സുന്നത്താണ്. എന്നാലും ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാതെ, അറബിൻ്റെ മര്യാദകൾ പാലിക്കാതെ നടത്തുന്ന അറവാണ് കോഴിക്കടയിൽ മിക്കവാറും കണ്ടുവരുന്നത്. അല്ലാത്തതും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മിക്കവാറും നമ്മുടെ നിരീക്ഷണത്തിൽപ്പെട്ടത് അതാണ്. അതുകൊണ്ടും ആ കോഴിക്കടയിൽ നിന്ന് ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായത് അറക്കാറുള്ളത്. മൂന്നാമതായി, അറക്കുന്ന ആള് മുസ്ലിമായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. പല ചിക്കൻ സ്റ്റാളുകളിലും ഉള്ള ആളുകൾ, അവിടുത്തെ പണിക്കാരോ മറ്റോ അമുസ്ലിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ എല്ലാറ്റിനും മതസൗഹാർദ്ദമാണല്ലോ, പരിധി വിട്ട മതസൗഹാർദ്ദം. ഓരോരുത്തർ അന്യമതക്കാരുടെ ആചാരങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പറയും മതസൗഹാർദ്ദമാണ്. അതുപോലെ ഈ കോഴിക്കടയിലും ഇപ്പോൾ പല സ്ഥലത്തും നോൺ മുസ്ലിങ്ങളെ വെച്ചിട്ട് ഈ ചിക്കൻ സ്റ്റാള് നടത്താറുണ്ട് പലരും. അവിടെ വരുന്ന ആളുകൾക്ക് കോഴി അറുത്ത് കൊടുക്കുന്നത് ഈ അമുസ്ലിമാണ്, അത് വെട്ടിക്കൊടുക്കുന്നത് അമുസ്ലിമാണ്, ഒക്കെ മുസ്ലിമാണ്. അപ്പോൾ ഞാൻ കയറി ചെന്ന് സലാം പറഞ്ഞ കട, അത് എനിക്ക് 10 റുപ്യ, ഒരു കിലോമീറ്റർ 10 റുപ്യ വെച്ചിട്ട് എനിക്ക് കുറച്ച് തരും. അങ്ങനെ ചെയ്യുന്നത് ഞാൻ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു തന്ത്രമാണ് എന്നെനിക്കറിയാം. ഏതായാലും എനിക്ക് 10 റുപ്യ വന്നിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോകാറുണ്ട്. ആ മാർക്കറ്റിൽ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ആ കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. ഒന്ന്, എനിക്ക് 10 റുപ്യ കിലോമീറ്റർ കുറഞ്ഞിട്ടെന്നുള്ള ലാഭമാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ ആളില്ല, ആ ആളവിടെ ഇല്ല. അങ്ങനെ അതിൻ്റെ അടുത്ത മറ്റൊരു കടക്കാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഓരോ വരവനും അസ്സലാമു അലൈക്കും എന്ന് സലാം നീട്ടിപ്പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞാണ് കടയിൽ കയറി കോഴിനെ വാങ്ങി അറക്കാറുള്ളത്. നിങ്ങൾ ആരോടായി സലാം പറയുന്നതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ആ കോഴിക്കടക്കാരനോട്. അപ്പം എന്നോട് പറഞ്ഞ് അയാൾ മുസ്ലിമല്ല. ഇത്രയും കാലം ഞാൻ കോഴി വാങ്ങിക്കൊണ്ടിരുന്ന, സലാം പറഞ്ഞ് കയറി ചെന്നിരുന്ന ആ കടക്കാരൻ മുസ്ലിമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം അവിടെ നിരവധി ആളുകൾക്ക് കോഴിനെ അറുത്ത് വെട്ടിക്കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാനും തന്നെ മുസ്ലിമാണെന്ന നിലക്കാണല്ലോ സലാം പറഞ്ഞ് കയറി ചെല്ലുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞാനാണ് അറക്കുന്നത് എന്നതുകൊണ്ട് അതിൽ പെട്ടില്ല. എത്ര ആളുകൾ ആ മനുഷ്യൻ്റെ അരികിൽ നിന്ന് കോഴിനെ അറുത്ത് വെട്ടി വാങ്ങിക്കൊണ്ടു പോകുന്നു. അയാളൊരു മുസ്ലിമല്ല. അപ്പോൾ അറവ് നടത്തുന്നവൻ മുസ്ലിമായിരിക്കലും നിബന്ധനയാണ്. ഈ നിബന്ധനകളൊന്നും പാലിക്കാതെ നമ്മൾ കഴിക്കുന്ന കോഴി അത് ശവമേ ആവൂ, ഒരിക്കലും തന്നെ അതൊരു നല്ല ഹലാലായ ഭക്ഷണമാവില്ല. ഈ ഒരു കോഴിന് മാർക്കറ്റിൽ അപ്പോഴും ഇപ്പോഴും ഓരോരുത്തർ വന്ന് വാങ്ങുന്ന ഒരു കോഴിൻ്റെ അറവ് തന്നെ ഈ രീതിയിലാണെങ്കിൽ കല്യാണം പോലെയുള്ള പരിപാടികൾക്ക് 100 കണക്കിന് കോഴികളെ ഒറ്റ നിൽപ്പിൽ അറക്കേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് അറക്കുന്നുണ്ടാവുക എന്നും കൂടെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാകും കല്യാണ വീട്ടിലെ കോഴി ബിരിയാണി അടിച്ച് പൊളിച്ച് തിന്നാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഫിഖഹിൻ്റെ ആനുകൂല്യം നമുക്കുണ്ട്. ഏതാണത്? ഫിഖഹിൻ്റെ ആനുകൂല്യം അത് അറവ് ശരിയായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പില്ല ഞാൻ മതി. അപ്പോൾ ശരിയായ നിരക്ക് അർത്ഥതായിരിക്കാം എന്ന മികച്ച ധാരണ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം, ആ കോഴിയൊക്കെ തിന്നാൻ പറ്റും. അത് അർത്ഥത് ശരിയായിട്ടില്ല, അത് നിബന്ധന ഒത്ത അറവായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തിന്നാൻ പാടില്ല, അപ്പോൾ അത് ശവമാണ്.
അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ശരിയായ അറിവായിരിക്കും എന്ന മികച്ച ധാരണയോട് കൂടെ തിന്നുന്നതിന് കുഴപ്പമില്ല, അത് ഫിഖ്ഹിൻ്റെ ആനുകൂല്യമാണ്. അതേസമയം സൂക്ഷ്മത അത് തിന്നാതിരിക്കലാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ശരിയായ നിലയിൽ അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം 100 കണക്കിന് കോഴികളെ ഇങ്ങനെ കത്തിങ്ങോട്ട് വെച്ചിങ്ങനെ പോവുള്ളൂ, അതുകൊണ്ടൊന്നും അത് അറ്റുപോവില്ല. അപ്പോൾ അത് അറിവ് ശരിയാവുമോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പോൾ സൂക്ഷ്മത അതാ. ഇപ്പോൾ ഏതുപോലെന്ന് വെച്ചാൽ ഒരാൾ പെണ്ണിനെ തൊലാഖ് ചൊല്ലിയപ്പോൾ അത് എത്ര തവണയാണ് ചൊല്ലിയത്, എത്ര തൊലാഖ ചൊല്ലിയെന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഫിഖ്ഹ് പറയുന്നത് 1 തൊലാഖ് കൂട്ടിയാൽ മതി എന്നാണ്. അത് ഫിഖ്ഹിൻ്റെ നിയമം. അതേസമയം സൂക്ഷ്മത എന്താണെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫിഖ്ഹ് തന്നെ പറയുന്നുണ്ട്. സൂക്ഷ്മത എന്താ? ആ പെണ്ണിനെ പിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാതിരിക്കല. 3 തൊലാഖും സംഭവിച്ചിട്ടുണ്ട് എന്ന് വിധിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് അവളെ പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കലാണ് ഏറ്റവും സൂക്ഷ്മതയും നല്ലതും. എന്നാൽ ഫിഖ്ഹിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്, 1 തൊലാഖേ പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ തീരുമാനിച്ച് അവളെ വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ്, അത് ഫിഖ്ഹിൻ്റെ ആനുകൂല്യങ്ങളാണ്. പക്ഷേ സൂക്ഷ്മത ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് കോഴിയിറച്ചികൾ തിന്നാതിരിക്കലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ശരിയായ രീതിയിൽ അറവ് നടത്തുന്ന ആളുകളെ കൊണ്ട് നല്ല നിലയിൽ, നിബന്ധന ഒത്ത നിലയിൽ അറുപ്പിച്ചെടുത്ത കോഴികൾ ആയിരിക്കണം എന്നതാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ്റെ ജീവിതത്തിലൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കുറേ കാലം ഞാൻ കോഴി വാങ്ങിയ കോഴിക്കടക്കാരൻ, അവിടെ ജോലി ചെയ്തിരുന്ന ആൾ ഒരു അമുസ്ലിമായിരുന്നു. അവൻ അറുത്ത് കൊടുത്ത ഇറച്ചിയാണ് അവിടെ പലരും വാങ്ങിപ്പോയി കഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ എന്താണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്ക് നല്ലതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ.